ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഉമേസിയാസ് യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി കണ്ടിട്ടില്ലേ? എനിക്ക് സുഖമില്ലായിരുന്നു, വോയിസ് റെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മുടെ ഫാമിലിയിലും ഒക്കെ കുറച്ച് ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും നല്ല ബിസി ആയിരുന്നു. മോനും സുഖമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും റിക്കവറിങ് സ്റ്റേജിലാണ്. അൽഹംദുലില്ലാ, ആർക്കും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. എല്ലാവരും ഓക്കെ ആയി. ഒരുപാട് ആളുകൾ അന്വേഷിച്ചു, വീഡിയോസ് കാണാതെ ആയപ്പോൾ എന്താണ് പറ്റിയത്, വീഡിയോസ് കാണാത്ത എന്താണ്, ഓക്കെ ആണോ എന്നൊക്കെ രീതിയിൽ അന്വേഷിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട്, ഒരുപാട് മനസ്സ് നിറയുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടിയിട്ടോ. താങ്ക് യു സോ മച്ച്. ചോദിച്ചതിനും അന്വേഷിച്ചതിനും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞവരൊക്കെ താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മൾ പറയുന്നത്, ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കൂട്ടോ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിന് ഏത് സാഹചര്യത്തിലും നമ്മുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് ചോർന്നു പോകാതിരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു സ്ത്രീക്ക് മാത്രമാണോ എന്ന് വെച്ചാൽ അല്ല. ഇത് പോസിബിളി ഒരു സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ശ്രദ്ധിച്ചാൽ, ഒരുപോലെ, നമ്മളെല്ലാവരും മനുഷ്യനല്ലേ. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസത്തെക്കാൾ അപ്പുറം നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാവരും അതിൽ കൂടെ കടന്നു പോകുന്നതാണ്. സോ സ്ത്രീക്കെന്നോ പുരുഷനെന്നോ ഇല്ല. എന്നാലും കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് ആപ്ലിക്കബിൾ ആകും എന്ന് ഫീൽ ചെയ്തിരുന്നു. സോ എല്ലാവർക്കും ഒരേപോലെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ, നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ മനഃശക്തി കൂട്ടാൻ നോക്കാം, അപ്പം എന്തെങ്കിലും ചെയ്യാം എന്നല്ല വിചാരിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ എങ്കിലും, നിങ്ങൾ എങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും ഏത് സോഷ്യൽ മീഡിയ എടുത്താലും സെൽഫ് ലവ് എന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയുന്നുണ്ട് സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥമായിട്ട് നമുക്ക് മാത്രം, എന്റേതെല്ലാം എനിക്ക് മാത്രം എന്നല്ല, സ്വന്തത്തെയും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. പല ആളുകളും സ്വന്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്വന്തത്തിനെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ജീവിച്ച് സ്വന്തം ലൈഫിന് ഒരുപാട് ഇഷ്യൂസ് വരുത്തിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതല്ല, നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, നമ്മളെ ഒന്ന് കൊഞ്ചിക്കാൻ പറ്റുന്ന അവസരങ്ങൾ, അതൊക്കെ ഉപയോഗിക്കാനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ്. അതായത് സെൽഫ് ലവ് അല്ല ഇവിടെ. നിങ്ങളെ ആദ്യം നിങ്ങൾ പരിഗണിക്കുക. മറ്റുള്ള എന്തിനേയും പരിഗണിക്കുമ്പോൾ, ഈ കുറച്ചൊരു നല്ല സ്വീറ്റ് വീട്ടിലുണ്ടെന്ന് വിചാരിക്കും, നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റ് കുഞ്ഞിന് കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റിക്ക് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, ഒരിച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഇച്ചിരി എടുത്തങ്ങ് ടേസ്റ്റ് ചെയ്തേക്കുക നിങ്ങൾ കേട്ടോ. അല്ലാതെ കുഞ്ഞിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളെ നിങ്ങൾ പരിഗണിക്കാതാകുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ധൈര്യം, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കണം, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കണം എന്ന് തോന്നാത്ത രീതിയിലേക്ക് നമ്മൾ തളർന്നു പോകും. അതുപോലെ തന്നെ പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മളെല്ലാവരും, ഞാൻ അടക്കം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ എനിക്ക് ചെയ്തു തരട്ടെ, എനിക്ക് അവരത് ചെയ്തു തരണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന കുറെ മണ്ടന്മാരാണ് നമ്മള് ശരിക്കും, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് സ്വയം എനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ കയ്യിൽ ഒതുങ്ങുന്ന, എന്റെ സാഹചര്യത്തിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. ഞാൻ അത് മാറ്റി നിർത്തി, അതൊന്നും എനിക്ക് വേണ്ട. പക്ഷെ മറ്റേ ആൾ, എന്റെ ഭർത്താവ്, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ ബ്രദർ, എന്റെ ഫ്രണ്ട്, എന്റെ കൊളീഗ്, എന്റെ കുഞ്ഞ്, എന്റെ മകൻ, എന്റെ മകള് ഒക്കെ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു തരണം, ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്, എനിക്കിത് വേണം, അവരെന്താ ചെയ്തു തരാത്തെ എന്ന് വിചാരിച്ച് അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അവിടെ നമ്മളെ പരിഗണിക്കുന്നില്ല. അവരെയാ പരിഗണിക്കുന്നത്. അവർ ചെയ്തു തരട്ടെ, അവരെന്താ ചെയ്തു തരാത്തെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തൊരു വലിയ അബദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ നോട്ട് പുട്ടിങ് യുവർ സെൽഫ് ഫസ്റ്റ് ഇൻ ദാറ്റ് പ്ലേസ്. ആ സ്ഥലങ്ങളിലൊന്നും നിങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് ആക്കുന്നില്ല, ഫസ്റ്റ് വെക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. നമ്മളെ പരിഗണിക്കുക. നമ്മുടെ ഉള്ളിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക.
മറ്റുള്ള ഒരാൾ വന്ന് ചെയ്തു തരാൻ വെയിറ്റ് ചെയ്യണ്ട. അതല്ല കാര്യം. അവർ ചെയ്തു തരേണ്ടത് അവരുടെ കടമയാണ്. അവർ ചെയ്തു തരണം എന്നുള്ള സ്റ്റോറീസ് ഒക്കെ ഗുഡ് ബൈ പറയേണ്ട കാലത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ജനറേഷൻ സിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂടെ വളർന്നു വരുന്ന ആളുകൾ, നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകളൊക്കെ ജനറേഷൻ സിയിലാണുള്ളത്. ഇവരോടൊക്കെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആവണം. വെയിറ്റ് ചെയ്ത് അയ്യോ അത് എനിക്ക് കിട്ടിയില്ല, ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു തലത്തിലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ താഴേക്ക് 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 വന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് മറ്റുള്ളവർ എനിക്ക് ചെയ്തു തരാൻ വെയിറ്റ് ചെയ്യണ്ട. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നല്ല അഭിമാനത്തോടു കൂടെ, സന്തോഷത്തോടു കൂടെ നമുക്ക് ചെയ്തു കൊടുക്കുക. അതുപോലെ ചില ചില ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എങ്ങനെയാ ചെയ്യാം? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കരുത്, അങ്ങ് ചെയ്തേക്കണം സ്വന്തമായിട്ട്, കേട്ടോ. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്, പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ മനഃശക്തി കൂട്ടാൻ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. എന്താണെന്നറിയോ? നമ്മള് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നതല്ല കമ്പയർ ചെയ്യരുതെന്ന് പറയുന്നത്. മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റി ആണോ. മറ്റുള്ള ഒരു സക്സീഡ് ചെയ്യുന്ന ഒരു വിമൻ, സക്സീഡ് ചെയ്യുന്ന ഒരു മെൻ, ഒരു കുടുംബം, നന്നായി ജീവിക്കുന്ന ഒരു കുടുംബം, അവിടെ എന്താണ് ക്വാളിറ്റി ഉള്ളത്, അവരെത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ റീസൺ എന്തായിരിക്കും എന്നൊക്കെ അന്വേഷിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്താൻ, നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അതല്ല കമ്പാരിസൺ. കമ്പാരിസൺ എന്താണെന്നറിയോ? അവരുടെ സാഹചര്യത്തിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സാഹചര്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സക്സീഡ് ആവുന്നില്ല എങ്കിൽ നമ്മൾ നേരെ അവരെ കമ്മിഷോ അവരെന്ത് രസമായിട്ടാണ് ജീവിക്കുന്നത്, അവർക്കെല്ലാം കഴിയുന്നതിന് എനിക്കൊന്നും കഴിയുന്നില്ല എന്ന് ചിന്തിച്ച് സ്വയം കുറ്റപ്പെടുത്തുകയും സ്വയം അടിച്ചമർത്തുകയും ചെയ്യും. മറ്റൊരു വിഭാഗം ആളുകൾ, അവർക്ക് എന്തു ആവാലോ, അവർക്ക് കാശുണ്ടല്ലോ, അവർക്ക് അതുണ്ടല്ലോ, വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അവർക്ക് സംസാരിക്കാലോ, അവർക്ക് അങ്ങനെ പോവാലോ, ഇങ്ങനെ പോവാലോ, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഫ്രീഡം ഉണ്ടല്ലോ, അവർ സക്സസ് ആണല്ലോ, അവർക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പഴിചാരി മറ്റുള്ളവരുടെ ഹാപ്പി ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സിൽ, അവരുടെ സക്സസിലും ഒക്കെ നമ്മളിങ്ങനെ മാറി നിന്ന് കുറ്റം കണ്ടെത്തുകയും പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് നമ്മുടെ ലൈഫിനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കും. മനസ്സിലായോ? അപ്പോഴും മനസ്സിന്റെ ധൈര്യമാണ് ചോർന്നു പോകുന്നത്, മനക്കരുത്താണ് ചോർന്നു പോകുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ സാഹചര്യത്തിൽ അവർക്ക് പറ്റുന്ന പോലെ അവർ ജീവിക്കുന്നു. അതേ കാര്യങ്ങൾ എനിക്ക് ഗുഡ് എന്ന് തോന്നിയത് ഞാൻ എന്റെ ലൈഫിലേക്ക് പകർത്തുമ്പോൾ എന്റെ ലൈഫിൽ പറ്റുന്ന തരത്തിൽ എനിക്ക് കഴിയുന്നുള്ളൂ, അല്ലെ? അത് ലിമിറ്റേഷൻ ആണ്. അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡു നോട്ട് എവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് എനി അതർ പേഴ്സൺ. അത് സക്സീഡ് ആയവരായിക്കോട്ടെ സക്സീഡ് ചെയ്യാത്തവരായിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ മനക്കരുത്ത് ചോർന്നു പോവുക തന്നെ ചെയ്യും, കേട്ടോ. മൂന്നാമത്തത്, നിങ്ങൾ എപ്പോ സംസാരിച്ചാലും, അതായത് ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തത് ഇത്രയേ ഉള്ളൂ, റിലേഷൻഷിപ്പില് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് എപ്പോഴും ഒരേപോലെ സ്നേഹത്തിൽ പെരുമാറുന്നില്ല, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല പല സമയങ്ങളിലും, നിങ്ങളോട് ഒരു സുഖമുള്ള റിലേഷൻഷിപ്പ് അല്ല എന്ന് വിചാരിക്കും. അതായത് ഭർത്താവ് എന്ന് പറയാൻ കാരണം എപ്പോഴും കൂടെ ഉണ്ടാകും, നമ്മുടെ ലൈഫിൽ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ എന്നും കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പം ആ സ്ഥാനത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ആരെയാണോ എന്ന് വെച്ചാൽ അങ്ങനെ കാണാം, കേട്ടോ. അപ്പൊ ആ വ്യക്തി നമ്മളെ എപ്പോ സംസാരിച്ചാലും നമ്മളെ കുത്തുവാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ നമ്മുടെ കുറവുകളെ മാത്രം എണ്ണി പറയുകയോ നമ്മളെ ഒന്നുമല്ലാതാക്കി സംസാരിക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുകയോ 99.9% ചെയ്ത് 0.01% ചെയ്തില്ലെങ്കിൽ ആ 0.1 എടുത്ത് പുകഴ്ത്തി പറയുന്ന, നമ്മളെ ഇകഴ്ത്തി നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ ഒന്നും അല്ലാതാക്കുന്ന ആ വ്യക്തി, അതാരും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബന്ധങ്ങൾ, അത് സുഹൃത്ത് ബന്ധമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും വൈകാരിക ബന്ധമാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ബന്ധമാണെങ്കിലും അവിടെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. അവര് അയ്യോ അതിന്റെ ഭർത്താവല്ലേ, എനിക്ക് പറ്റില്ലല്ലോ, ഞാനതെല്ലാം സഹിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ്, നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെയാണ് അത് ബാധിക്കുന്നത്. ആ വ്യക്തിയുമായി പിണങ്ങി മാറാനല്ല ഞാൻ പറയുന്നത്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ട വ്യക്തിയാണ്. അത് നിങ്ങളുടെ അമ്മയാവാം, അച്ഛനാവാം, മദറിൻലോ ആവാം, ഫാദറിൻലോ ആവാം, സിസ്റ്ററിൻലോ ആവാം,
ആരും ആയിക്കോട്ടെടോ, ആരും ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലാത്ത വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ബൗണ്ടറി, നിങ്ങളൊരു അതിര് വെക്കുക. ഒരു ഒരു വെർച്വൽ വാൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക മനസ്സുകൊണ്ട്. ഞാനൊക്കെ വെർച്വൽ വാൾ ബിൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഐ എം ട്രൈങ് ടു ബി സ്ട്രോങ് ബൈ ബിൽഡിങ് വെർച്വൽ വാൾസ്. എനിക്ക് ഇഷ്ടമല്ലാത്ത, എന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഒരുപാട് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഈ വ്യക്തികളോടൊന്നും സമ്പർക്കമില്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ. സമ്പർക്കം ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ ലൈഫിൽ, എത്ര ഒഴിവാക്കിയാലും. ആരും ആയിക്കോട്ടെ, ആ വ്യക്തികളുടെ അടുത്ത് ഞാൻ സമ്പർക്കത്തിന് ചെല്ലുമ്പോൾ ഐ വിൽ ബിൽഡ് മൈസെൽഫ്. ആ എൻ്റെ വെർച്വൽ വാളിന്റെ സ്വിച്ച് ഞാൻ അങ്ങ് ഓണാക്കും. എനിക്ക് തന്നെ ഫീൽ ചെയ്യും ഒരു വെർച്വൽ വാൾ എൻ്റെ മുന്നിൽ. ഇവര് വന്ന് സംസാരിക്കുന്ന, എന്നെ ഹേർട്ട് ചെയ്യുന്ന, എന്നോട് അതായത് ഒളിഞ്ഞും മറഞ്ഞൊക്കെയാണ് കുത്തുവാക്കുകൾ സംസാരിക്കുക വ്യക്തികൾ അല്ലെ, ചില ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന. ഡയറക്റ്റ് സംസാരിച്ച് ഡയറക്റ്റ് മറുപടി കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഒളിഞ്ഞും മറിഞ്ഞും നമ്മളെ കുത്തുവാക്ക് കൊണ്ട് നോവിപ്പിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെർച്വൽ വാൾ അങ്ങ് ബിൽഡ് ചെയ്തേക്കണം. നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ മനഃശക്തി ആണ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല. അയ്യോ ആ ബന്ധം പോവല്ലോ, അവരെന്ത് വിചാരിക്കും, അതല്ല ഇമ്പോർട്ടന്റ്. അവിടെയാണ് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടാവും. സോ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, താഴ്ത്തി കളയുന്ന റിലേഷൻഷിപ്പുകളെ ഒഴിവാക്കാനല്ല, അത് വേണ്ടതാണ്. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കാം. പറ്റാത്ത റിലേഷൻഷിപ്സ് ആണെങ്കിൽ, അത് കൺസിഡർ ചെയ്യേണ്ടതാണ് എങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക, വെർച്വൽ വാൾ ബിൽഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ലൈഫിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി 4, എന്താ 4ാമത്തെ പോയിന്റ് എന്നറിയോ? ബി യുവർ ഓൺ കമ്പനി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു അബദ്ധം സംഭവിക്കുമ്പോൾ നമ്മൾ ഷോ പറ്റിപ്പോയല്ലോ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അയ്യോ വേണ്ടായിരുന്നു, അവോ വേണ്ടായിരുന്നു, ദൈവമേ വേണ്ടായിരുന്നു, ഷോ പറ്റിപ്പോയല്ലോ എന്ന് പറയില്ലേ. ഇത് നമ്മൾ ആരോടാ പറയുന്നത്? നമ്മളോടാ പറയുന്നത്. നമ്മളൊരു തേർഡ് പേഴ്സണോട്, ചുറ്റുമുള്ള ആളോട് പോയിട്ട് പറയുന്നതിനേക്കാൾ അയ്യോ അമ്മേ അച്ഛോ അല്ലെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളോടാണ് ആദ്യം വിലപിക്കുന്നത്. ആ നമ്മളായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളൊരു പ്രശ്നം ഒരാളോട് സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളോട് സംസാരിക്കുക. വ്യക്തമായിട്ട് സംസാരിക്കാൻ പല വഴികളുണ്ട്. കണ്ണാടി നോക്കി സംസാരിക്കാം നിങ്ങൾക്ക്. അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് എഴുതാം, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതാം, അതിനെ അനലൈസ് ചെയ്യാം നിങ്ങൾക്ക്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒന്ന് കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ വരും. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാം. ഇതൊക്കെ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന മെത്തേഡ്സ് ആണ്. ഇത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ കേൾക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പ്രൊമോട്ടർ ആവണം. നമ്മളെ പറ്റി നല്ലത് നമ്മൾ പറയണം. ആര് പറയും? വേറെ തോന്നുന്നുണ്ടോ? വേറൊരാൾ വന്ന്, ചുറ്റുമുള്ള ആൾക്കാർ വന്ന് നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്നത്? ആദ്യം നമ്മളെപ്പറ്റി നന്മ പറയാൻ പറ്റണം. നന്മ വെറുതെ പറയാനല്ല കേട്ടോ, എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കിയിട്ട് ആ നന്മ നമ്മൾ കാണിക്കുക. വെർബലി പറഞ്ഞു നടക്കാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്ന, അങ്ങനെ ഉണ്ടാക്കുന്ന നന്മ ചുറ്റുമുള്ളവർ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു പോസിറ്റീവ് പേഴ്സൺ ആയിട്ടൊക്കെ മാറുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് ആവാനായിട്ട് ശ്രമിക്കുക. 5ാമത്തെ പോയിന്റ്, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾ എന്ത് അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ ഭയങ്കരമായിട്ട് മെന്റലി ഫിസിക്കലി ഡൗൺ ആണ്, നിങ്ങൾക്ക് ഒന്നിനും കഴിയുന്നില്ല, ഭയങ്കര അവസ്ഥയാണ്, ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള നിങ്ങളുടെ വിശ്വാസമില്ല, ഇത് മാറും. ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു ചിന്ത, ഒരു ടാഗ് ലൈൻ. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ വെക്കുന്നൊരു ഒരു ലൈൻ അതാണ്. ഈ സമയവും കടന്നു പോകും. ഇറ്റ് ഈസ് ഓക്കെ, ദിസ് ഇസ് വെരി മച്ച് ഓക്കെ. ഞാൻ ഈ അടുത്ത് ഒരു ഔട്ട്ഡോർ സെഷന് വേണ്ടി പോയി. ഔട്ട്ഡോർ സെഷന് പോകുന്നതിൻ്റെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് അവിടെ നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രഷറും നെഗറ്റീവ് ഫീഡ്ബാക്സും കിട്ടിക്കൊണ്ടേയിരുന്നു. അതായത് നന്നാവോ, ഞാൻ ഇതിനു മുന്നേ എടുത്തിട്ടുണ്ടോ, പരിപാടികൾ ചെയ്തിട്ടുണ്ടോ, ഭയങ്കരമായിട്ടുള്ള എനിക്കതിന് നെഗറ്റീവ് കമന്റ്സ് എന്നാണ് പറയാൻ കഴിയുന്നുള്ളൂ. അവർ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്നെ ഒത്തിരി ബാധിച്ചു എന്ന് വെച്ചാൽ ഇല്ല. ബിക്കോസ് ഞാൻ അവരോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കൂ,
എന്നിൽ വിശ്വസിക്കൂ. എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ്. നിങ്ങളിപ്പോ 500-ൽ പരം ആൾക്കാർ അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ദർ ആർ പീപ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 500ഓളം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല. ഞാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ കോൺഫിഡന്റ് ആണ്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഏറ്റെടുക്കുള്ളൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സോ ട്രസ്റ്റ് യുവർ സെൽഫ്. എന്ത് ലോകം മൊത്തം നമുക്കെതിരെ വന്നാലും, ലോകം മൊത്തം നമുക്കെതിരെ സംസാരിച്ചാലും, നിങ്ങൾ ചെയ്യുന്ന വർക്കില്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയില്, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ നമുക്ക് സമീപമായിട്ട് നമുക്ക് ചേർന്ന് വരും. 6-മത്തത്, ട്രൈ ടു ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട. നിങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചാല്, ഒരു ആപത്ത് സംഭവിച്ചാല്, ഒരു നല്ലത് സംഭവിച്ചാല്, ഒരു സന്തോഷം സംഭവിച്ചാല് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. അതാ മറ്റുള്ളവരാണ് ചെയ്തത്, മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അവരെനിക്ക് നല്ലത് ചെയ്തതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലതായത്. ബി ഗ്രേറ്റ്ഫുൾ. നന്ദി ഉണ്ടാവണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണ്, ഞാൻ കറക്റ്റ് ചെയ്തതാണ് എന്നുള്ള ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. 7-മത്തെ പോയിന്റ്, നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് കണ്ടെത്തുക. നമുക്ക് എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട് അല്ലെ? നമുക്കൊരു സർഗവാസനയുണ്ട്. എന്തോ ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കഴിവുമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ആ കഴിവിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അത് നമ്മൾ കണ്ടെത്തണം. നമുക്ക് എന്തിനാ ഏറ്റവും ഇഷ്ടം? ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കിഗയുടെ. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സ്കില്ല് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. നമുക്കൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് കണ്ടെത്താൻ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങൾ എഫേർട്ട് ഇടണം. നമ്മുടെ സ്കില്ല് എന്താണോ അതിന് നിങ്ങൾ ഇങ്ങനെ പരിപോഷിച്ച് കൊണ്ടുവന്ന് നോക്കിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വേറെ ലെവലായിരിക്കും. നിങ്ങൾ ശരിക്കും ട്രൈ ചെയ്ത് നോക്ക്. ലാസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന കാലത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അല്ലേ? മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ശാരീരികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് നമ്മൾ കളയുന്നുണ്ടോ? ചെയ്യരുത്. ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും, തിരിച്ചു മാനസികാരോഗ്യം പോലെ തന്നെ ശാരീരികാരോഗ്യവും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുക. ഓക്കെ, എൻ്റെ മനസ്സിനെ എഫക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്, എൻ്റെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഇതെല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിന് ശക്തി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 8 പോയിന്റ്സും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ കരുതുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മനക്കരുത്ത് ഡബിൾ ട്രിപ്പിൾ ലെവലിലേക്ക് സ്ട്രോങ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.